ഇഷ്ടമല്ലാത്തൊരു വാക്കു പറയുകയിൽ ഒട്ടുമേ ഭേദം അവനിൽ ഒരിക്കലും എന്ന് പറയുന്ന കൈകേയി മാതാവ് തന്നെ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് തികച്ചും വിരോധാഭാസവും വിധി വൈപരീത്യവും തന്നെ. കൈകേയി കൊടുത്ത മരൂരി അത് ദീർഘകാലം തന്നെ നിലനിൽക്കും. അതിന് പകരം വേറെന്ത് കൊടുത്താലും അവരെപ്പോഴും എപ്പോഴും അതിനുവേണ്ടി മറ്റുള്ള ആശ്രമങ്ങളിലൊക്കെ ആശ്രയിച്ച് നടക്കേണ്ടി വരും. അതുകൊണ്ട് ഇത് വളരെ ഫലപ്രദമാണ് അവർക്ക്. അതിന് ഇയാളുടെ ആൻസർ എന്താ? ഒരിക്കലുമല്ല. അങ്ങനെയെങ്കിൽ ലക്ഷ്മി ഭഗവതിയായ സീതാദേവി കൈകേയി നൽകിയ വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ട് എങ്ങനെ ഞാനിത് ഗാഠമുടുക്കുമെന്ന് ചിന്തിച്ചു നിൽക്കുന്നുണ്ട്. ഇത് കണ്ട് രാജ്യതാരങ്ങളും അന്യജനങ്ങളും ഖിന്നരായി വിലപിക്കുന്നുണ്ട്. മാത്രവുമല്ല, താമസശീലയായത് കൊണ്ടാണ് കൈകേയി ഭരതന് രാജ്യം നൽകണം എന്നുള്ളതിനോടൊപ്പം രാമനെ വനവാസത്തിനയക്കണമെന്നും ശാഠ്യം പിടിച്ചത്. ഇവിടെ സ്വപുത്രൻ പോലും അമ്മയുടെ സ്വാർത്ഥതയെ മാനിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കൈകേയി തികച്ചും സ്വാർത്ഥതയോടെ ഒരു പ്രവൃത്തിയാണ് ഇവിടെ ചെയ്തത്.